ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതാമൃതം നിത്യപാരായണം. 6-ാം ദിവസം, 1-ാം സ്കന്ധം. നാരദമുനി തുടർന്നു. അന്നെനിക്ക് 5 വയസ്സായിരുന്നു പ്രായം. എല്ലാറ്റിനും ഞാൻ അമ്മയെ ആശ്രയിച്ചു കഴിഞ്ഞു പോന്നു. അമ്മയ്ക്കാകട്ടെ അവരുടെ ഏകസന്താനമായിരുന്ന എന്നോട് വലിയ സ്നേഹമായിരുന്നു. എനിക്ക് നല്ലൊരു സുഖ സമ്പന്ന ജീവിതം നൽകാൻ അവർ പരിശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ദൈവനിയോഗത്തെ മാറ്റാൻ ആർക്കാണ് കഴിയുക? എല്ലാവരും ഭഗവത്കരങ്ങളിലെ കളിപ്പാവകളത്രേ. അമ്മയോടുള്ള ആദരവ് നിമിത്തം മാത്രമാണ് ഞാൻ ഗ്രാമത്തിൽ കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ അമ്മയോടോ ഗ്രാമത്തിനോടോ അതിരറ്റ അടുപ്പമുണ്ടായിരുന്നത് കൊണ്ടല്ല. ഒരു രാത്രി അമ്മ പാമ്പിന്റെ കടിയേറ്റ് തൽക്ഷണം മരണപ്പെട്ടു. ഈ സംഭവത്തെ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ കൂടി ഒരു വരമായി കരുതി ഞാൻ ഗ്രാമം വിട്ട് വനത്തിലേക്ക് നടന്നു. അവിടെ ധ്യാന യോഗാഭ്യാസങ്ങൾ പരിശീലിച്ച് മഹാത്മാക്കൾ പറയുന്നതും കേട്ട് കഴിഞ്ഞു പോന്നു. ഭഗവത് പാദാരവിന്ദങ്ങളിൽ ധ്യാന നിമഗ്നനായിരിക്കെ എൻ്റെ ഉള്ളം പ്രേമത്താൽ നിറയുകയും ഹൃദയത്തിൽ അവിടുന്ന് ആമഗ്നനാവുകയും ചെയ്തു. ഞാൻ അതീവ സന്തുഷ്ടനായി. ആ പരമാനന്ദം, എല്ലാ അറിവുകൾക്കും അപ്പുറമുള്ള ശാന്തി ഞാൻ അനുഭവിച്ചറിഞ്ഞു. പക്ഷേ ആ ദർശനം ക്ഷണനേരം കൊണ്ട് മാഞ്ഞു പോവുകയും എൻ്റെ ഹൃദയം വേദനിക്കുകയും ചെയ്തു. അപ്പോൾ കരുണാമയനായ അവിടുത്തെ ശബ്ദം കേൾക്കുമാറായി. ഈ ജന്മത്തിൽ നിനക്ക് ആത്മസാക്ഷാത്കാരത്തിന് സാധ്യതയില്ല. ധ്യാനയോഗങ്ങളിൽ പരിപൂർണത നേടിയവനും ഹൃദയം പരിശുദ്ധീകരിച്ചവനും മാത്രമേ അത് സാധ്യമാവൂ. എന്നിലേക്കെത്താൻ ത്വരയുള്ളവന്റെ സകലമാന ആഗ്രഹങ്ങളും ക്രമേണ നീങ്ങി സ്വയം സ്വതന്ത്രനാവും എന്ന സത്യം നിന്നെ മനസ്സിലാക്കാനായി മാത്രമാണ് ഞാൻ നിനക്കൊരു ദർശനം തന്നത്. നീ മഹാത്മാക്കളായ ബ്രാഹ്മണരെ കുറച്ചു കാലത്തേക്കാണെങ്കിൽ കൂടി സേവിച്ചു ശുശ്രൂഷിക്കയാൽ നിന്റെ ഹൃദയം എന്നിൽ ശ്രദ്ധാഭക്തിയുള്ളതായി തീർന്നു. താമസം വിനാ നീ ഈ ശരീരം ഉപേക്ഷിക്കുകയും എൻ്റെ സേവകരിൽ ഒരാളായി തീരുകയും ചെയ്യും. നീ ഒരിക്കലും എന്നെ മറക്കാനിടവരികയില്ല. വരാൻ പോകുന്ന പ്രളയകാലത്തിലും നിനക്കെൻ്റെ അനുഗ്രഹാശസ്സുകൾ തുടർന്നുമുണ്ടാകും. ഈ ജന്മത്തിലെ സംഗതികൾ നിനക്ക് ഓർമ്മയുണ്ടായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞ അപ്രത്യക്ഷനായ അവിടുത്തെ തീരുമാനത്തെ ഞാൻ ശിരസ്സു നമിച്ചു സ്വീകരിച്ചു. ആ ജന്മമെടുക്കാൻ കാരണമായ കർമ്മഭാരം തീർന്നപ്പോൾ എനിക്ക് മരണം സംഭവിക്കുകയും ഞാൻ ഭഗവത് പാർഷദന്മാരിൽ ഒരാളായി തീരുകയും ചെയ്തു. സർവചരാചരങ്ങളും ബ്രഹ്മാവ് തന്നെയും ഭഗവാനിൽ വിലീനമായി. ഞാനും ആ ദേഹത്തിൽ കുടിയേറി. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ഭഗവാൻ സ്വപ്രേരണയാൽ സൃഷ്ടി ആഗ്രഹിച്ചപ്പോൾ ബ്രഹ്മാവെന്ന മറ്റു ഋഷിമാരോടൊപ്പം സൃഷ്ടിച്ചു. അന്നു മുതൽ ഞാൻ അണ്ടകടാഹം മുഴുവൻ ഈ വീണയും വായിച്ചുകൊണ്ട്, അവിടുത്തെ നാമം ജപിച്ചുകൊണ്ട്, ആ മഹിമകളെ വർണ്ണിച്ചുകൊണ്ട് സ്വതന്ത്രനായി സഞ്ചരിക്കുകയാണ്. അങ്ങനെ ആ ഭഗവത് രൂപം എൻ്റെ ഹൃദയം നിറച്ചിരിക്കുന്നു. ഭഗവാന്റെ നാമാലാപനവും കഥാകഥനവും തന്നെയാണ് സാക്ഷാത്കാര പ്രാപ്തിക്കുള്ള ഈ സംസാരസാഗരം കടക്കുന്നതിനുള്ള ഏകമാർഗം. ഇഹലോക സുഖസമ്പത്തുകളെ മുഴുകിക്കിടക്കുന്ന ഹൃദയത്തെ മറുകരയടുപ്പിക്കുവാൻ ഉതകുന്ന തോണി എന്ന നിലയിൽ ഭഗവത് അവതാര കഥകളെ എഴുതി അവതരിപ്പിക്കുവാൻ ഞാൻ അങ്ങയെ ആഹ്വാനം ചെയ്യുന്നു. ഭാഗവത കഥാമൃതം നിത്യപാരായണം 6-ാം ദിവസം സമാപ്തം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.